എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിക്കൻ കുഴിമന്തിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന മന്തി ചട്നിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്തി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിന, നല്ല ഫ്രഷ് പുതിനയില മല്ലിയിലയാണ് വേണ്ടത്. പിന്നെ കുറച്ച് തക്കാളി, ഞാനിവിടെ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു തുണ്ട് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകം വേണം. ഇതുണ്ടാക്കാനായിട്ട് കുറേ സ്റ്റെപ്പുകളൊന്നുമില്ല, ആകെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ പുതിനയിലും അതുപോലെ തന്നെ മല്ലിയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എരിവൊക്കെ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരായ കാരണം ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വല്ലാതെ പുളി കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം, എന്നാൽ കുറച്ച് പുളിയും വേണം. അപ്പോൾ ഞാനിവിടെ 1.5 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അല്പം ചേർത്ത് കൊടുത്തിട്ട് അരച്ച് നോക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഉപ്പും പുളിയൊക്കെ. പിന്നെ നമ്മളതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇതെല്ലാതും കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് തക്കാളി 1.5 ഇട്ട് കൊടുത്തത് മനസ്സിലായില്ല, നമ്മൾ ഓൾറെഡി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പുളിയും തക്കാളിയുടെ പുളിയും കൂടിയിട്ട് കിട്ടുന്നത് കാരണമാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മളുടെ ചമ്മന്തി ഇപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ആ ഒരു റോ ആയിട്ടുള്ള ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ജീരകം ചേർത്ത് കൊടുത്തത്. അത് അരക്കണതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള മന്തിയിലൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന, മന്തിയിൽ മാത്രമല്ല കബ്സ റൈസിലും അങ്ങനത്തെ അറേബ്യൻ റൈസുകളിലൊക്കെ കൂട്ടി കഴിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ചട്നിയാണിത്. ഇതിൽ കൂടുതൽ ഫ്ലേവർ വരുന്നത് ആ മല്ലിയിലയുടെ പുതിനയുടെ പിന്നെ ആ ജീരകത്തിൻ്റെ ഒരു ചുവയാണ് കേട്ടോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ എരിവൊക്കെ നമ്മൾ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ എരിവുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക്